എല്ലാവർക്കും അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് എൻ്റെ മാല ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഞാൻ സ്വർണ്ണക്കടയിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് പോകുമ്പോൾ അവരെ കൊണ്ട് ക്ലീൻ ചെയ്യിക്കാറുണ്ട്. പിന്നെ വീട്ടിലും ക്ലീൻ ചെയ്യാറുണ്ട്. സ്വർണ്ണക്കടയിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾക്ക് വീട്ടിലും ക്ലീൻ ചെയ്തെടുക്കാം. അത്രയും കളർ തന്നെ നമ്മൾക്ക് കിട്ടും നമ്മൾ ക്ലീൻ ചെയ്താൽ. ഞാൻ 1 മാസം 2 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം നമ്മളുടെ മുടിയുടെ അഴുക്കും അതുപോലെ ആ മുടിയുടെ എണ്ണയുടെ അഴുക്കും അതുപോലെ പൊടിയൊക്കെ കയറി പെട്ടെന്ന് തന്നെ നമ്മുടെ മാലയിൽ ചെളി പിടിക്കാറുണ്ട്, അഴുക്ക് പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അഴുക്ക് പിടിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിനായിട്ട് ഞാൻ വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക്, ഇത് അടുപ്പിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുക്കുക. അതിലേക്ക് മാല ഇട്ട് കൊടുത്തു. മാലയുടെ കളർ നോക്കിക്കേ, കണ്ടോ? കളർ വ്യത്യാസം കണ്ടോ? നല്ല അഴുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ കളറ്. അപ്പം ഞാൻ ആ പാത്രത്തിലേക്ക് മാല ഇട്ട് കൊടുത്തു. നമ്മൾ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കണം. അതിനായിട്ട് അങ്ങനെയുള്ള പാത്രം വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു അരമുറി നാരങ്ങയുടെ നീര് അതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുകയാണ്. അരമുറി നാരങ്ങയുടെ നീര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ 1 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ അതിനോടൊപ്പം ഇട്ട് കൊടുത്തു. നാരങ്ങാനീരും ബേക്കിംഗ് സോഡയും കൂടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ബേക്കിംഗ് സോഡയും ആ നാരങ്ങാനീരും എല്ലാം ആ മാലയിൽ പിടിച്ച് അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ട് നമുക്ക് പോയി കിട്ടണം. ഇനി ഞാനത് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പയിലേക്ക് വെച്ചു. ഞാൻ നന്നായിട്ട് തന്നെ അതിൻ്റെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നമ്മൾക്കിപ്പോൾ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മുടെ മാലയ്ക്ക് ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്നോർത്ത് നമ്മൾ പേടിക്കേണ്ട. മാലയ്ക്ക് എത്ര തിളച്ചാലും എത്ര ചൂടാക്കിയാലും മാലയ്ക്കൊരു കുഴപ്പം ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ ആ നാരങ്ങാനീരും അതുപോലെ ബേക്കിംഗ് സോഡ നമുക്ക് എല്ലാത്തിനും അഴുക്ക് പോകാനായിട്ടുള്ള ഒരു ഏജൻറ്റ് തന്നെയാണ് ബേക്കിംഗ് സോഡ. എവിടുത്തെ അഴുക്കും നമ്മളുടെ ക്ലീനിങ് ദാതാവാണ് നമ്മളുടെ ബേക്കിംഗ് സോഡ. എവിടെ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിലും ബേക്കിംഗ് സോഡ ചേർത്താൽ തുണിയും അതുപോലെ തന്നെ ഇതുപോലെ മാലയും അതുപോലെ നമ്മളുടെ അഴുക്കുകൾ എവിടെയുണ്ടോ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ബേക്കിംഗ് സോഡ ഒത്തിരി നല്ലതാണ്. നമ്മളുടെ തുണി വൃത്തിയാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിന് അതുപോലെ ഫ്ലോർ എവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വൃത്തിയാക്കാനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും. ഇപ്പം അത് ഞാനൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ അഴുക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നും പോനല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ചൂടായി വരുന്നതിനനുസരിച്ച് നമ്മളുടെ ആ മാലയുടെ ഇടയിൽ നിന്നൊക്കെ ആ അഴുക്ക് ഒന്ന് പോരണം. അതിനായിട്ട് നമ്മൾ നാരങ്ങാനീരും ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിളപ്പിക്കുമ്പോൾ ആ മാലയുടെ കൂട്ടത്തിൽ ആ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ആ നാരങ്ങയുടെ നീരും ഒക്കെ കൂടി ചേർന്ന് ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ മാല ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം പുറത്തേക്ക് പോകും. കണ്ടോ? ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി തിളയ്ക്കട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇത്രയും മതി. ഇനി അതിൻ്റെ ജസ്റ്റ് കൈയിടാവുന്നത്രയും ചൂട് ഒന്ന് ആറി കഴിയുമ്പോൾ നമ്മൾക്ക് ആ മാല ഇതുപോലെ കൈകളിലെടുത്തിട്ട് ഒരു ബ്രഷ് എടുത്ത് അതിലേക്ക് കുറച്ച് ഷാമ്പു ആണ് ഞാൻ എടുക്കുന്നത്. അത് ആ ബ്രഷിനുള്ളിലേക്ക് കുറച്ച് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ആ മാല ഒന്ന് നമ്മളുടെ കൈകളിൽ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കണ്ടോ? ഇച്ചിരി ഷാമ്പു ബ്രഷിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മാല
നമ്മുടെ കൈകളിൽ ഇതുപോലെ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആ തിളച്ച സമയത്ത് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ പകുതിയും പോയിട്ടുണ്ട്. ഇനി ഇങ്ങനെ കൂടി നമ്മൾ ഈ ഷാമ്പു ഒട്ടും കൂടി തേച്ച് കഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക്, ഈ നമ്മളുടെ മാലയുടെ ഉള്ളിൽ നിന്നൊക്കെ ആ അഴുക്ക് പോകുന്നല്ലോ, അതിനുവേണ്ടി ബ്രഷ് ഇട്ട് ഇതുപോലെ ഒന്ന് ഉരച്ച് കഴുകുമ്പോൾ പെട്ടെന്ന് തന്നെ പോരുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ആ ബേക്കിംഗ് സോഡയും നാരങ്ങാനീരും ഒക്കെ അതിനകത്ത് പിടിച്ച് അഴുക്കൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ബ്രഷ് കൊണ്ട് ഇതുപോലെ തേക്കുമ്പോൾ നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോയി നല്ല പുതുപുത്തനാകും നമ്മുടെ മാല. നമ്മൾ കടകളിൽ നിന്നും പുതിയത് വാങ്ങിക്കുന്നത് പോലെ തന്നെ ഇരിക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളുടെ സ്വർണ്ണങ്ങളൊക്കെ അഴുക്ക് പിടിച്ച് കഴിയുമ്പോൾ മാല, അതുപോലെ വള, അതുപോലെ കമ്മലാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് തന്നെ നമ്മളുടെ ആണിയുടെ ഉള്ളിലൊക്കെ പെട്ടെന്ന് അഴുക്ക് കയറിയിരിക്കും. അതുപോലെ നമ്മളുടെ ആണി കമ്മൽ ഊരി നോക്കുമ്പോൾ അറിയാം നമ്മളുടെ എന്തോരം അഴുക്ക് പിടിക്കുന്നുണ്ടെന്ന്. ആ ആണിയുടെ ഉള്ളിൽ എന്തോരം അട്ടിക്കണക്കിന് ഇങ്ങനെ അഴുക്കിരിക്കുന്നതാണ്. ആ അതുപോലത്തെ അഴുക്കാണ് നമ്മുടെ മാലയുടെ ഉള്ളിലും കയറിയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ കമ്മൽ, വള, മാല, കുട്ടികളുടെയൊക്കെ പാദസരം ഒക്കെ നമ്മൾക്ക് ഇതുപോലെയൊക്കെ തേച്ച് കഴുകാനായിട്ട് സാധിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് വെളുപ്പിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ സ്വർണ്ണക്കടയിലൊക്കെ പോകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് തരും. അതുപോലെ തന്നെ നമുക്കും ക്ലീൻ ചെയ്ത് വീടുകളിലെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഒന്ന് ഉരച്ച് കഴുകി നല്ല വെള്ളത്തിലേക്കിട്ടു. അപ്പോൾ കണ്ടോ, നമ്മുടെ മാല നല്ല ക്ലീനായി, നല്ല പുതുപുത്തൻ പോലെയായി. ഞാൻ തുടച്ച് കാണിക്കാം. കണ്ടോ, നല്ല സൂപ്പറായി. ഇനി കുറച്ചും കൂടി ഒന്ന് ഷൈൻ ചെയ്യണമെങ്കിൽ, കുറച്ചും കൂടി ഒന്ന് കളറ് നന്നായിട്ടൊന്ന് ഷൈൻ ചെയ്യണമെങ്കിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് അതൊന്ന് കലക്കി കൊടുക്കാം മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മുടെ മാല അതിലിട്ട് ഒരു 5 മിനിറ്റ് അതിലേക്ക് നമ്മളുടെ മാല ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ ഒന്നും കൂടി നല്ല കളറ്, ആ സ്വർണത്തിൻ്റെ കളറ് ഒന്നും കൂടി നല്ല ഷൈൻ ചെയ്യും. നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഇങ്ങനെ? ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കും. അതിന് ശേഷം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നമ്മളുടെ ആ സ്വർണ്ണ കളറ് ഷൈൻ ചെയ്യും. കണ്ടോ, ഇപ്പം ഞാനത് മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് കണ്ടോ, നല്ല സൂപ്പറായില്ലേ? നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇങ്ങനെ നിങ്ങളുടെ മാലകളും അതുപോലെ സ്വർണ്ണങ്ങളൊക്കെ അഴുക്ക് പിടിച്ചതൊക്കെ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കണ്ടോ, വളരെ സൂപ്പറായി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രീതിയിൽ നമുക്ക് കിട്ടി. കണ്ടോ, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.